ഗുഡ് ഈവനിങ് മക്കളെ. അപ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആരും ഗൂഗിൾ മീറ്റ് വന്നാലും ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൂഗിൾ മീറ്റുകാർക്കും ടീച്ച്മെന്റുകാർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഗൂഗിൾ മീറ്റുകാരെ, ഗൂഗിൾ മീറ്റുകാർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ടീച്ച്മെന്റ് രണ്ടു കൂട്ടർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം സാർ. This is called a mist or fog. The condensed tiny droplets of water formed by the cooling of air remains suspended in atmosphere itself. They can very well be described as cloud close to the earth, close to the earth's surface. Fog or mist is the result of condensation around the minutes that's articles in the lower atmosphere. ടീച്ച്മെന്റുകാർക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം സാർ. Okay, so this may obstruct visibility if the range of visibility is less than 1 kilometer. It is termed fog. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഗൂഗിൾ മീറ്റുകാരോട് ഈ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കരുതെന്ന്. അപ്പോൾ if the range of visibility more than 1 kilometer, it is called mist. അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫോഗ് ഓർ മിസ്റ്റിനെ കുറിച്ചാണ്. നിങ്ങൾ അവിടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചിത്രം 1.12 1.12 ഒന്ന് നോക്കുക കേട്ടോ. ഫിഗർ 1.12 വേഗം ഒന്ന് നോക്കിക്കേ. ഇനിയും ഗൂഗിൾ മീറ്റിൽ ആര് വന്നാലും ഞാൻ ചെയ്യിപ്പിക്കില്ല. അപ്പോൾ നോക്കിയേ, ഫിഗർ 1.12 കണ്ടോ? ഗൂഗിൾ മീറ്റിലുള്ളവര് കണ്ടോ? ഗൂഗിൾ മീറ്റുകാർക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ?
ഓക്കെ. ദെൻ ഇനി മ്യൂട്ട് ചെയ്തോളൂ. അതെന്തിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ഒരു മൂടൽ മഞ്ഞിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അവിടെ ഒരു മൂടൽ മഞ്ഞിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏകദേശം ഇത്രയും ഇല്ലെങ്കിൽ പോലും ഏകദേശം ഇതിനോട് സമാന്തരമായിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ എസ്പെഷ്യലി നമ്മുടെ ചിറ്റാർ പ്രദേശങ്ങളിലും ഇടുക്കിയിലൊക്കെ നന്നായിട്ട് ഇത്തരം ഒരു പ്രതിഭാസം നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ ചിറ്റാർ അല്ലെങ്കിൽ കുറച്ചും കൂടെ സീതത്തോടുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അല്ലെ? അല്ലെങ്കിൽ ആങ്ങമൊഴി പ്രദേശത്തൊക്കെ താമസിക്കുന്ന അല്ലെ വയ്യാറ്റുപുഴ അത്തരത്തിലുള്ള ഇച്ചിരൂടെ ഉയർന്ന പ്രദേശങ്ങളുള്ളവർക്ക് ഏകദേശം ഇത് അറിയാം അല്ലെ? ഇതെങ്ങനെയാണെന്ന് അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഓക്കെ. ഇതാണ് മതി 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 ഇതാണ് മൂടൽമഞ്ഞ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോൾ അതായത് അന്തരീക്ഷം അതിന്റെ ഘനീകരണത്തിലൂടെ നേർത്ത മഞ്ഞുതുള്ളികൾ, അന്തരീക്ഷം വല്ലാടങ്ങ് -ഡിഗ്രി ആയിട്ട് ഒരുപാട് തണുക്കും. അങ്ങനെ തണുത്ത ഘനീകരണം സംഭവിച്ച് നേർത്ത മഞ്ഞ് പാളികളായിട്ട് വരുന്നു. അതെന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുന്നു. ഈ അവസ്ഥയെ നമുക്ക് വിശേഷിപ്പിക്കാം ഭൂമിയോടടുത്ത് നിൽക്കുന്ന മേഘങ്ങൾ. അതായത് മേഘങ്ങൾ സാധാരണ ആകാശത്തിലാണ് കാണപ്പെടാറ് അല്ലേ? ആകാശത്തിലാണ് മേഘങ്ങൾ സാധാരണ കാണപ്പെടാറുള്ളത്. എന്നാൽ ഇവിടെ മൂടൽമഞ്ഞ് മേഘത്തിനോട് സമാനമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് തരുന്നത് കൊണ്ടാണ് ഭൂമിയോട് അടുത്ത മേഘങ്ങൾ എന്ന് വിശേഷണം നൽകുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ ഇത് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിലെ പൊടിപടലങ്ങളുണ്ട്, ക്രസ്റ്റ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഘനീകരണം നടക്കുന്നു. അങ്ങനെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് രൂപം കൊള്ളുന്നത്, അതായത് മിസ്റ്റ് രൂപം കൊള്ളുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാനും നിങ്ങളും നിങ്ങൾ ബെഞ്ചിലിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ മറുഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നിൽക്കുന്നു അല്ലെ? നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമല്ലോ? കാണാം സാർ. അപ്പോൾ പക്ഷേ ഈ ഒരു സാഹചര്യം മാറിയിട്ട് അവിടെ ചിലപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ ദൂരപരിധിയാണെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതെന്ന് കരുതുക. അപ്പൊ ആ ഒരു ദൂരക്കാഴ്ചയെ മറയ്ക്കുന്നു. അങ്ങനെ മറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അതെന്തെന്ന് പറയാം? മൂടൽമഞ്ഞായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. നമ്മുടെ 1 കിലോമീറ്ററിനോളം അടുത്തുള്ള ദൂരക്കാഴ്ചയെ മറയ്ക്കുകയാണെങ്കിൽ, അതൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞതാണ്. എന്നെ വ്യക്തമായിട്ട് ടീച്ച്മെന്റുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാം സാർ. ഓക്കെ. സോ
അതായത് ദൂരക്കാഴ്ച 1 കിലോമീറ്ററിനും കുറവാണെങ്കിൽ 1 കിലോമീറ്ററിനും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് എന്ന് പറയും. 1 മീറ്ററിനും കൂടുതലാണെങ്കിൽ അതിനെ നേർത്ത മൂടൽമഞ്ഞ് എന്ന് പറയും. മനസ്സിലായോ? അതിനെ മിസ്റ്റ്, നേർത്ത മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും, ഞാൻ ആദ്യം ചോദിക്കുന്നവർ മാത്രം പറയാ. ഗൂഗിൾ മീറ്റുകാരെ മനസ്സിലായോ? മനസ്സിലായി സാർ. വേറെ 1 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് ദൂരമുള്ളത് മിസ്റ്റോ? മിസ്റ്റ്, അതായത് നേർത്ത മൂടൽമഞ്ഞ്. 1 കിലോമീറ്റർ കട്ടി കുറഞ്ഞത് അത് തന്നെ. അപ്പൊ അത് 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നമുക്ക് കാഴ്ചയുണ്ടല്ലോ. നമുക്ക് മനസ്സിലായോ? നമുക്കപ്പൊ കാണാൻ പറ്റും. നേരത്തെ മൂടൽമഞ്ഞാകുമ്പോ നമുക്ക് കാണാൻ പറ്റും. 1 കിലോമീറ്ററിന് അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതായത് 1 കിലോമീറ്റർ പോലും നമുക്ക് ഇപ്പം നിന്റെ പേരെന്നാ കുഞ്ഞെ? നിങ്ങളെ ചോദ്യം ചോദിക്കുന്നവർ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് പറയുക. ഒന്നാമത് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഈ 2 ഗൂഗിൾ മീറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം സഹകരിക്കുക. എനിക്ക് നിങ്ങൾ രണ്ട് കൂട്ടരും വേണം. അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ മീറ്റും കൂടെ തുടങ്ങിയത് ഇപ്പം. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇടയ്ക്ക് വന്ന് ആരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കരുതെന്ന്. ഇനി മുതൽ ഞാൻ ആരെയും അഡ്മിറ്റ് ചെയ്യില്ല. സോ ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചർമാര്? ഇല്ല സാർ. ഇല്ലല്ലോ. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. ഗൂഗിൾ മീറ്റുകാർ മ്യൂട്ട് ചെയ്തോളൂ. The airports in North India get temporarily closed during winter due to dense fog. അതായത് നിങ്ങൾ ഈ മഞ്ഞുകാലത്ത് വിന്റർ സീസണിൽ ഇടയ്ക്ക് നമ്മളുടെ വടക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിടാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? കനത്ത മൂടൽമഞ്ഞ് കാരണം ഡൽഹി വിമാനത്താവളം 2 ദിവസത്തേക്ക് അടച്ചു, വിമാനങ്ങൾ റദ്ദാക്കി എന്നൊക്കെ നിങ്ങൾ പത്രത്തില് അല്ലെങ്കിൽ TV കണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കനത്ത മൂടൽമഞ്ഞ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ എയർപോർട്ട്സ് ഒക്കെ തന്നെ ക്ലോസ് ചെയ്തിടുന്നത്. നോക്കിയേ, അടുത്ത ഫോഗ് ആണ് കേട്ടോ. അടുത്ത എന്താണ്? ഫോഗ്. സ്മോഗ് ആണ് കേട്ടോ. ഇൻ ഇൻഡസ്ട്രിയൽ റീജൻ സ്മോഗ് ആൻഡ് ഫോഗ് കേട്ടോ occur in the combination to cold and atmospheric condition
called as smog. അതായത് ഈ വ്യവസായ മേഖലകളുണ്ട്, ഈ കഞ്ചിക്കോട്, അല്ലെങ്കിൽ ആലുവ, അതേപോലെ തന്നെ മുംബൈ, കൽക്കത്ത, ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ വ്യാവസായിക നഗരങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇൻഡസ്ട്രിയൽ സിറ്റീസ് കേട്ടിട്ടുണ്ട് സാർ. അവിടങ്ങളില് ഈ ഫാക്ടറികളിൽ നിന്നുള്ള പുക, കേട്ടോ, ഫാക്ടറികളിൽ നിന്നുള്ള പുകയും അതേപോലെ തന്നെ മൂടൽ മഞ്ഞും കൂടിക്കലർന്നിട്ടുള്ള ഒന്നാണ് സ്മോഗ്. എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ഫാക്ടറിയിലെ പുകയും ഫാക്ടറികളിൽ നിന്നുള്ള പുകയും അന്തരീക്ഷത്തിൽ നിന്നുള്ള മഞ്ഞും കൂടെ കൂടി ചേരുമ്പോഴാണ്. അഭിനവ്, മനോജേ, എന്താ പാടായി സ്മോഗ്? ഈ ഫാക്ടറിയിൽ നിന്നുള്ള പിന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ള എന്തുവാടാ? എന്തോ മഞ്ഞ? എന്തോ മഞ്ഞ? വെറും മഞ്ഞല്ല. എവിടെയാ വെറും മഞ്ഞെന്നാണോ ഞാൻ പിള്ളേരെ പറഞ്ഞത്? അല്ല, മൂടൽ മഞ്ഞ്. കേട്ടോ? ശ്രദ്ധിച്ചിരിടാ. എനിക്കിവിടെ മഞ്ഞെന്ന് കേൾക്കുന്നുള്ളൂ. എനിക്കിവിടെ മഞ്ഞെന്ന് കേൾക്കുന്നുള്ളൂടാ. നിനക്ക് റേഞ്ച് ഇല്ലേ ഇവിടെ? ഓക്കെ. അപ്പോൾ എനിക്കിവിടെ മഞ്ഞെന്ന് കേൾക്കുന്നുള്ളൂടാ. അതെനിക്ക് റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കും അവര്. പക്ഷെ സോ നോക്കിക്കോ, ഇനി ആര് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല. എടാ, എനിക്കിവിടെ മഞ്ഞെന്നേ കേൾക്കുന്നുള്ളായിരുന്നു. നിന്റെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. എനിക്ക് ചെറുതായിട്ട് വെട്ടിയാ കേൾക്കുന്നേ. സാറ് പറയുന്നത് വെട്ടിയാ കേൾക്കുന്നേ. സ്മോഗ് നോക്കിയോ. In industrial region, smog and fog occur in combination to cause and atmospheric condition called as smog. അതായത് വ്യവസായ മേഖലയിലെ പുകയും അന്തരീക്ഷത്തിലെ മൂടൽ മഞ്ഞും കൂടിക്കലർന്നു ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഡാഷ്. എന്ത്? എന്ത് പറയണം? സ്മോഗ്. മനസ്സിലായോ? അപ്പൊ എന്താണ് സ്മോഗ് എന്ന് മനസ്സിലായോ? മനസ്സിലായി. സോ അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. His usually causes hindrance to traffic. ഇതൊരു അന്തരീക്ഷ അവസ്ഥയാണ്. മനസ്സിലായോ? ഇത് ഒരു അന്തരീക്ഷ അവസ്ഥയാണ് സ്മോഗ്.
ഇത് ട്രാഫിക് ബ്ലോക്ക്, അതായത് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. കാരണം പുകയും മൂടൽമഞ്ഞും കൂടെ കൂടിക്കലർന്ന ഒരു പ്രത്യേക പ്രതിഭാസം നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമുക്കപ്പോ കാണാൻ പറ്റുമോ? ഇല്ല. കാണാൻ കഴിയുമോ? ഇല്ല. ഇല്ല. അപ്പൊ അത് നമ്മുടെ ഗതാഗതത്തിന്റെ സുഗമമായ പോക്കിനെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ക്ലൗഡ്സിലേക്ക് അല്ലെങ്കിൽ മേഘങ്ങളിലേക്ക് പോകാം. അവിടെ ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച കുറച്ച് പോർഷൻസ് ആണ് ക്ലൗഡ്സ് ആണെങ്കിൽ മേഘങ്ങൾ എന്ന് പറയുന്നത്. പറയൂ സാറേ പറയൂ പറയടാ എടാ. പറയൂ. മഞ്ഞിന്റെ സാറേ ദൂരം മിസ്റ്റാണോ? എന്താണ്? അതായത് ദൂരെ ഉള്ളത് കാണുന്നത് മിസ്റ്റ്. അതായത് 1 കിലോമീറ്ററിനും അപ്പുറം. ഇപ്പൊ നീ 1 കിലോമീറ്റർ അപ്പുറം നിൽക്കുകയാണെന്ന് വെക്കുക. ഞാൻ 1 കിലോമീറ്റർ ഇപ്പുറമാണ്. അല്ലെങ്കിൽ നീ ഒരു 1.5 കിലോമീറ്റർ വെച്ചു. അപ്പോൾ അതെന്താവും? മിസ്റ്റാണ്. കാരണം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? കാണാൻ പറ്റുന്നതാണ് മിസ്റ്റ്. മറ്റേതാണ് ഫോഗ്. ഈ ഫോഗും സ്മോഗും തമ്മിൽ മാറിപ്പോകരുത്. അതായത് കനത്ത മൂടൽമഞ്ഞ്. കേട്ടോ? ഭയങ്കര മൂടൽമഞ്ഞാണ് ഫോഗ്. ഫോഗ് അതായത് 1 കിലോമീറ്റർ, അതായത് 1 കിലോമീറ്ററിന് താഴെ, അതായത് 1 കിലോമീറ്ററിലും താഴെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തതാണ് ഫോഗ്. മനസ്സിലായോ? കൺഫ്യൂഷൻ മാറിയില്ല? അതായത് നിങ്ങൾ ഒരു 1.5 കിലോമീറ്ററിന് അപ്പുറം പറയാം. നിങ്ങളൊരു 1.5 കിലോമീറ്ററിന് അപ്പുറം നിൽക്കുകയാണെന്ന് വെക്കുക. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? നിങ്ങൾ ഒരു 1.5 കിലോമീറ്ററിന് അപ്പുറം നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുകയാണെങ്കിൽ അതെന്താകും? 1.5 കിലോമീറ്ററിന് ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ 1 കിലോമീറ്റർ കഴിഞ്ഞും നിങ്ങളെ കാണാൻ കഴിയാത്ത സാഹചര്യം അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താകും? അപ്പൊ മിസ്റ്റോ? ഫോഗല്ല. കാണാൻ പറ്റുമെങ്കിൽ ഫോഗ്, കാണാൻ പറ്റുന്നില്ലെങ്കിലോ? കാണാൻ പറ്റുന്നത് ഫോഗുവാണോ സാറേ? അതായത് 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക്, ഞാൻ പറയുന്നത് കേൾക്കൂ, 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അതെന്താണ്? മിസ്റ്റാണ്. അല്ല, മിസ്റ്റാണ്. കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതെന്താണ്? മിസ്റ്റാണ്. കാണാൻ കഴിയുമെങ്കിൽ അത് ഫോഗാണ്. ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താ? 1 കിലോമീറ്ററിന് താഴോട്ട് കാണാൻ പറ്റുമെങ്കിൽ ആണെങ്കിലാണത് എന്താകുന്നത്? 1 കിലോമീറ്ററിനും താഴോട്ട് കാണാൻ കഴിയുന്ന ഫോഗും, നിങ്ങൾ ശ്രദ്ധിക്കുക, 1 കിലോമീറ്ററിന് താഴോട്ട് കാണാൻ കഴിയുന്നത് ഫോഗും 1 കിലോമീറ്ററിന് മുകളിലോട്ട് കാണാൻ കഴിയുന്നത് മിസ്റ്റും. പിടികിട്ടിയോ? മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ മാറിയോ? ഗൂഗിൾ മീറ്റുകാരെ? 1 കിലോമീറ്റർ മുകളിലോട്ട് കാണാൻ പറ്റുന്ന ഫോഗും
താഴോട്ട് കാണാൻ പറ്റുന്നത് മിസ്റ്റും. മിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനല്ലേ സാറേ? എടാ മിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? മിസ്റ്റിന്റെ മലയാളം എന്തോ? മലയാളം മീഡിയംകാരെ തരാം, ശ്രദ്ധിച്ചോ. നോക്കിക്കോ. അപ്പൊ മിസ് ഈ മൂടൽമഞ്ഞ് നമ്മുടെ അന്തരീക്ഷത്തിലെ ദൂരക്കാഴ്ച തടസ്സപ്പെടുത്തും. ഇനി നോക്കിക്കണം, ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് മൂടൽമഞ്ഞ് കുറവാണെങ്കിൽ അഥവാ 1 കിലോമീറ്ററിൽ താഴെയാണെങ്കിൽ അതിന് എന്തെന്ന് പറയും? ഫോഗ്. അതായത് നേർത്ത മൂടൽമഞ്ഞ്. മനസ്സിലായി? ഇപ്പൊ പിടികിട്ടിയോ? 1 കിലോമീറ്റർ താഴെയാണെങ്കിൽ നേർത്ത മൂടൽമഞ്ഞ് അഥവാ ഫോഗ്. മനസ്സിലായോ? 1 കിലോമീറ്ററിൽ മുകളിൽ മിസ്റ്റ്. നമ്മുടെ ദൂരക്കാഴ്ച 1 കിലോമീറ്ററിൽ താഴെയാണെങ്കിൽ ഫോഗ്. നമ്മളുടെ ദൂരക്കാഴ്ച 1 കിലോമീറ്ററിൽ മുകളിലാണെങ്കിൽ മിസ്റ്റ്. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. 1 കിലോമീറ്റർ മുകളിലാണെങ്കിൽ 1 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഫോഗ്. 1 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ ഫോഗ്. അതെ. സാറേ നമുക്ക് ഈ കാണാൻ പറ്റുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. അതെ അതെ. മനസ്സിലായി മനസ്സിലായി സാറേ. അതായത് കാണാൻ ദൂരക്കാഴ്ച, നമ്മുടെ ദൂരക്കാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ 1 കിലോമീറ്ററിന് അപ്പുറത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതെന്തായിരിക്കും? കാണാൻ കഴിയുന്നില്ല എങ്കിൽ എന്തായിരിക്കും? കാണാൻ കഴിയുന്നില്ല എങ്കിൽ മിസ്റ്റ് ആയിരിക്കും അല്ലേ? ഞാൻ 1 കിലോമീറ്റർ താഴെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഫോഗ്. ആ ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ? ടീച്ച്മെന്റുകാർക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി മ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ക്ലൗഡ്സ് ആണ് അഥവാ മേഘങ്ങൾ. എന്താണ് ക്ലൗഡ്സ് അഥവാ മേഘങ്ങൾ? ഞാന് നോട്ട്സ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ പ്ലസ് ബ്ലോഗിന്റെ നോട്ട്സ് അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ? സിമ്പിൾ നോട്ട് ഞാൻ ടൈപ്പ് ചെയ്ത നോട്ട് ഇതുവരെ ഉള്ളത് ഞാൻ നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് പോസ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യാം. സോ അപ്പൊ ഇനി എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. അടുത്ത ക്ലൗഡ്സ് ആണ്. You have learned earlier that clouds are formed by the condensation of water vapor around the fine dust particles in the atmosphere. The water droplets so formed are less than
പിള്ളേരെ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. In dimension, that is why they remained suspended in the atmosphere. Haven't you seen different types of clouds in the sky? ഇനി നമ്മൾ നോക്കുന്നത് മേഘങ്ങളാണ്. മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ്. മനസ്സിലായോ? മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ് ആണ്. അതായത് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് അന്തരീക്ഷത്തിലുണ്ട് നീരാവിയുണ്ട്. ഈ നീരാവി ഘനീഭവിക്കുന്നു. അങ്ങനെ ഈ നീരാവി ഘനീഭവിച്ച് ആണ് മേഘങ്ങൾ അല്ലെങ്കിൽ ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്. ഇത് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 5-ലോ 6-ലോ 7-ലോ ഏതോ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ട്. ഗൂഗിൾ മീറ്റിൽ ആരൊക്കെയോ ജോയിൻ ചെയ്യാൻ അഡ്മിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് തരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. എന്താണ്? 7ാം ക്ലാസ്സിലുണ്ടായിരുന്നു. 7ാം ക്ലാസ് പഠിക്കാനുണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്, എവിടോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയാ അവിടെ ഒരു 001 cm സെന്റിമീറ്റർ കൊടുത്തേക്കുന്നത് കണ്ടോ? അതാണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടോ? In dimension, that is why they remain suspended in the atmosphere. നിങ്ങളോട് ഞാൻ തവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആവശ്യം കഴിയുമ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഇനി അത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ ഞാൻ തത്സമയം തന്നെ റിമൂവ് ചെയ്യും. നമ്മളുടെ ഈ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. ആകെപ്പാടെ നമുക്ക് ആഴ്ചയിൽ 1 ക്ലാസ് ആണ് കിട്ടുന്നത്, അല്ല 2 ക്ലാസ് ആണ് കിട്ടുന്നത്. അതിൽ നിങ്ങളോട് സംസാരിച്ച് തന്നെ നമുക്ക് ഇത്ര സമയം 1 മിനിറ്റ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പോലും അതിന് വിലയുണ്ട് പിള്ളേരെ. സോ നോക്കിയോ, see, you have seen the different types of clouds in the sky. Clouds can be classified according to their form and height. ഏകദേശം 0.001 സെന്റിമീറ്ററിലാണ് താഴെയായിരിക്കും.
അതുകൊണ്ടാണ് അവ താഴോട്ട് വീഴാതെ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. മനസ്സിലായോ? ആകാശത്തിൽ ഓക്കെ. ആകാശത്തില് ഒന്നുകൂടെ പറയാമോ? പറയാം. അതായത് ഏകദേശം 0.0001 1 സെന്റിമീറ്റർ ആയിരിക്കും. അതിനും താഴെയായിരിക്കും. മനസ്സിലായോ? ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എത്രയാണ്? 0.001 സെന്റിമീറ്റർ. 0.001 സെന്റിമീറ്ററിൽ താഴെയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് താഴേക്ക് നമ്മുടെ ഭൂമിയിലേക്ക് വീഴാതെ ആ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. മനസ്സിലായോ? ആകാശത്തില് വിവിധ തരത്തിലുള്ള മേഘങ്ങള് ദയവ് ചെയ്ത് ഞാൻ ഇനി പറയില്ല. ഇനി ഞാൻ ഒരു മുന്നറിയിപ്പുമില്ല. നിങ്ങൾ റിമൂവ് ചെയ്യും. നിങ്ങൾ ഞാൻ പറയാം. മനസ്സിലായി? നിങ്ങളോട് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ആകാശത്തില് വിവിധ തരത്തിലുള്ള മേഘങ്ങള് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആകാശത്തില് വിവിധ തരത്തിലുള്ള മേഘങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവയെ നമുക്ക് വർഗീകരിക്കാം. ആ വർഗീകരണം ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഉയരത്തിന്റെയും അതേപോലെ തന്നെ രൂപത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഉയരത്തിന്റെയും അതേപോലെ തന്നെ രൂപത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ ക്ലൗഡ്സിനെ അല്ലെങ്കിൽ ആ മേഘങ്ങളെ വർഗീകരിക്കാവുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഓക്കെ. You have then based on form, there are mainly 4 types of clouds. അതായത് ഉയരത്തിന്റെയും അതേപോലെ തന്നെ മറ്റു ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏതാണ്ട് 4 ഘടകങ്ങളായിട്ട് അവയെ വർഗീകരിക്കാം. നോക്കിയോ? അപ്പൊ ഇത് എത്ര തരത്തിലുള്ള മേഘങ്ങളാണ്? എത്ര തരത്തിലുള്ള മേഘങ്ങളാണ്? 4 തരത്തിലുള്ള മേഘങ്ങൾ. 4 types of clouds. There are how many types of clouds? How many types of clouds? There are 4 types of clouds. കേട്ടോ?
എത്ര തരത്തിലുള്ള മേഘങ്ങളാണ്? ഏകദേശം 4 തരത്തിലുള്ള മേഘങ്ങളാണ് ഉള്ളത്. മനസ്സിലായോ? മനസ്സിലായി സാർ. 4 ടൈപ്പ് ഓഫ്. അവ ഏതൊക്കെയാണ് നമുക്കിനി നോക്കാം. ഒന്നാമത് സിറസ് ക്ലൗഡ്സ് ആണ്. മനസ്സിലായി സാർ. ഒന്നാമത്തെ ക്ലൗഡ് ഏതാണ്? സിറസ് ക്ലൗഡ്. മനസ്സിലായോ? മനസ്സിലായി സാർ. These are weather like clouds മനസ്സിലായി സാർ. in the upper atmosphere in clear weather. Upper atmosphere in the clear weather condition. Figure 1.13. Figure 1.13. ചിത്രം കണ്ടു സാർ. 1.13 നോക്കിയേ. കണ്ടു സാർ. കണ്ടോ? കണ്ടു സാർ. അഥവാ സിറസ് ക്ലൗഡ്സിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അതായത് സിറസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ തെളിഞ്ഞ ദിനത്തിലുള്ള അന്തരീക്ഷമുണ്ട്. നമ്മൾ ഈ തെളിഞ്ഞ അറ്റ്മോസ്ഫിയർ കണ്ടിട്ടുണ്ട്. ആ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് ഒരുപാട് ദൂരത്തില്, അത് ഒരുപാട് ഉയരത്തില് ചെറിയ കട്ടിക്കുറഞ്ഞിട്ടുള്ള തൂവലിന്റെ ഒരു കെട്ടുകൾ പോലെ നമുക്ക് ആകാശത്ത് കാണാൻ കഴിയും. മനസ്സിലായോ? ഇതാണ് ഏത് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്? സിറസ് മേഘങ്ങൾ എന്ന്. മനസ്സിലായോ? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങളെയാണ് സിറസ് ക്ലൗഡ്സ് അഥവാ സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? സോ അടുത്ത സ്ട്രാറ്റസ് മേഘങ്ങളാണ്. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. മനസ്സിലായി. നോക്കിയോ, അടുത്തത് സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. These appear in thick layers in the lower part of the sky. ചിത്രം 1.14 നോക്കിയേ. ഓക്കെ സാർ. ഒന്നുകൂടെ പറയാം. Stratus cloud, these appear in thick layers in the lower part of the sky. മനസ്സിലായോ? അപ്പൊ സ്ട്രാറ്റസ് ക്ലൗഡ് എന്ന് വെച്ചാല് അവിടെ അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സ്ട്രാറ്റസ് ക്ലൗഡ്, സ്ട്രാറ്റസ് മേഘങ്ങളോട് ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്
താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി വളരെ കട്ടി കൂടിയ, നേരത്തെ നമ്മൾ പറഞ്ഞു കട്ടി കുറഞ്ഞ പഞ്ഞിക്കെട്ടുകൾ പോലെയായിരുന്നു ഏത് ക്ലൗഡ്, ഏത് മേഘം? ആ, ഇവിടെ കനത്ത പാളികളായിട്ടാണ് താഴ്ന്ന വിതാനങ്ങളില് കാണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ 2 ക്ലൗഡ്സ് പഠിച്ചു. ദ ഫസ്റ്റ് വൺ ഈസ് സിറസ്. സിറസ് ക്ലൗഡ്സ്. വാട്ട് ഈസ് സിറസ് ക്ലൗഡ്സ് എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? ഗൂഗിൾ മീറ്റുകാരെ, ഗൂഗിൾ മീറ്റുകാരെ, atmosphere is clear. ആ ടീച്ച്മെന്റുകാരെ, Feather like clouds in upper atmosphere in clear weather condition. Feather-like clouds in the upper atmospheric is clear weather condition. യെസ് യെസ് യെസ്. മലയാളം മീഡിയംകാര്, എന്താണ് സിറസ് മേഘങ്ങള്? രണ്ട് കൂട്ടത്തിലും മലയാളം മീഡിയംകാരില്ലേ? നിങ്ങൾക്കൊന്നും പറയാനില്ല? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്നു. ഇതേത് ഭാഗത്തായിട്ടായിരിക്കും കാണുന്നത്? താഴ്ന്ന ഭാഗത്താണോ ഉയർന്ന ഭാഗത്താണോ? Upper atmosphere. ഉയർന്ന പ്രദേശത്താണ്, അപ്പർ അറ്റ്മോസ്ഫിയറിലാണ് ഇത് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്ലൗഡ്സ് ഏതാണ്? രണ്ടാമത്തെ മേഘം സ്ട്രാറ്റസ് മേഘങ്ങളാണ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. ഇത് ഏത് ഭാഗത്തായിട്ടാണ് കാണുന്നത് ഇംഗ്ലീഷ് മീഡിയക്കാരെ? Lower part of the sky. Lower part of the sky. ലോവർ പാർട്ട് ഓഫ് ദി സ്കൈ അല്ലെ, അതായത് താഴ്ന്ന ഭാഗത്തായിട്ടാണ്. ഈ മേഘം എങ്ങനെയുള്ളതായിരിക്കും? വിച്ച് ടൈപ്പ് ഓഫ് ക്ലൗഡ്? തിക്കാണോ, തിന്നാണോ? ആണോ? തിക് ലെയർ ആണ് അല്ലെ, അതായത് കനത്ത പാളികളാണ്. മലയാളം മീഡിയംകാർ കേട്ടോ, കനത്ത പാളികളാണ് ഇതാ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ക്ലൗഡ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? സിറസ് ക്ലൗഡ്സ് ആൻഡ് സ്ട്രാറ്റസ് ക്ലൗഡ്. സ്ട്രാറ്റസ് മേഘം. അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ ക്യുമുലസ് ക്ലൗഡ്സ്, അതായത് ക്യുമുലസ് മേഘങ്ങളാണ്. ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. Cumulus clouds. These clouds resemble huge cotton bundles and are formed due to strong convection currents. അതായത് ക്യുമുലസ് മേഘങ്ങളുടെയും ചിത്രം അവിടെ നൽകിയിട്ടുണ്ട്. ഉയർന്ന സംവഹനത്തിന്റെയും പ്രവാഹത്തിന്റെയും യെസ് 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 ക്യുമുലസ് ക്ലൗഡ്സ്, അതായത് ക്യുമുലസ് മേഘങ്ങൾ
These clouds resemble huge and cotton bundles and are formed due to strong convection currents. മനസ്സിലായോ? ഞാൻ മലയാളം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. സോ ഒന്നുകൂടെ പറയണം. വേണ്ട സാർ, മനസ്സിലായി. മലയാളം പറഞ്ഞാൽ മതി. എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അത്രയും പറയാൻ ഞാൻ സന്നദ്ധനാണ് കേട്ടോ. നമ്മൾ ഓരോ പോർഷൻസും മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മുന്നോട്ട്. അതായത് ഉയർന്ന സംവഹനത്തിന്റെയും പ്രവാഹത്തിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന, അതായത് രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ, അതായത് കോട്ടൺ ബണ്ടിൽ ഓഫ് കോട്ടൺസ്, അതായത് തൂവൽക്കെട്ടുകൾ പോലെയുള്ള ആണ് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്, കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇത് നീളത്തിലായിരിക്കും, അതായത് ലംബതലത്തിലായിരിക്കും, നേരെയായിരിക്കും. മനസ്സിലായോ? നേരെയുള്ള നേർരേഖയിലെ ലംബതലത്തിലായിരിക്കും ഇത് വ്യാപിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഒന്നുകൂടെ പറയാം. ഉയർന്ന സംവഹന പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മേഘമാണ് ക്യുമുലസ് ക്ലൗഡ്സ് അഥവാ ക്യുമുലസ് മേഘങ്ങൾ. ഇത് തൂവൽക്കെട്ടുകൾ പോലെയാണ് ആകാശത്ത് കാണപ്പെടുന്നത്. തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ഈ ഒരു മേഘങ്ങള് ലംബദിശയിൽ, അതായത് നീളത്തിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ മൂന്ന് ക്ലൗഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ക്യുമുലസ് ക്ലൗഡ്സ് കേട്ടോ. സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ അഥവാ സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആൻഡ് ക്യുമുലസ് ക്ലൗഡ്സ്. മനസ്സിലായല്ലോ? ഈ മൂന്നെണ്ണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നിംബസ് ക്ലൗഡ്സ് ആണ്. ഏതാണ്? നിംബസ് ക്ലൗഡ്സ്. They have large vertical extent ചിത്രം 1.15 നോക്കിയേ. നോക്കിയേ ഫിഗർ 1.15 കേട്ടോ. Cumulus clouds, these are dark rain. These are dark rain cloud in the lower atmosphere. These cloud appeared dark, does not allow sunlight. സാറേ ഇപ്പൊ കെമിസ്ട്രി ക്ലാസ്സിന്റെ ഇത് വന്നു. എത്ര മണിക്കാണ്? 8 മണിക്ക്. ടീച്ചർ ആണെങ്കിൽ റിക്വസ്റ്റ് തന്നിപ്പോ ഇങ്ങോട്ട്. 8:10 കേട്ടോ. 8 മണിക്കല്ല, 8:10 കേട്ടോ.
ഈ ക്ലൗഡൂടെ കഴിഞ്ഞിട്ട് പോവാം. 8:10 തുടങ്ങുന്നേ. 8:10 8:10 തുടങ്ങുന്നേ. 8:10 ഇനി ആർക്കെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്ത് പോകാം. എന്തായാലും ഈ ക്ലൗഡ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അല്ലെ പകുതി വെച്ചിട്ട് പോയാ നമുക്കതൊരു സാർ ഇപ്പൊ സമയം എത്രയായി? 7:59. ആ എന്തായാലും ഈ ക്ലൗഡ് കൂടെ കഴിഞ്ഞിട്ട് പോവാം കേട്ടോ. 8:10 ടൈം ടേബിൾ പ്രകാരം നമുക്ക് 7 മണി മുതൽ 8 മണി വരെയും 8:10 മുതൽ 9:10 വരെ അല്ലേ? ആണ് സാർ അങ്ങനെ. നിങ്ങൾ എന്തിനും ധൃതി വെക്കുന്നേ? ആർക്കെങ്കിലും 10 മിനിറ്റ് റെസ്റ്റ് വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നിർത്താം, കുഴപ്പമില്ല. വേണ്ട സാർ. സാർ അതെടുക്കാം. വേണ്ട സാർ. ഓക്കെ ഇല്ല സാർ. ഓക്കെ നോക്കേ, നിംബസ് ക്ലൗഡ് നോക്കിയേ. നിംബസ് ക്ലൗഡ്, these are dark rain cloud in the lower atmosphere. This cloud appeared dark as it does not allow sunlight to pass through due to thick concentration of water droplets. അതായത് നോക്കുക, അവിടെ നിംബസ് മേഘങ്ങളുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇവ താഴ്ന്ന വിധാനത്തിലാണ്, അതായത് താഴ്ന്ന ഭാഗത്തിലാണ് കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളായിരിക്കും. ഡാർക്ക് റെയിൻ ക്ലൗഡ് ആയിരിക്കും, അതായത് ഇരുണ്ട മഴമേഘങ്ങളാണ്. ഇതിന്റെ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് സാന്ദ്രമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ഇതെന്ത് ചെയ്യും? സൂര്യന്റെ പ്രകാശത്തെ കടത്തിവിടില്ല. മനസ്സിലായോ? സൂര്യപ്രകാശത്തെ ഒരു കാരണവശാലും ഇത് കടത്തിവിടില്ല. ഇത് ഏത് കളറിൽ കാണപ്പെടുന്നു? ഡാർക്കിലാണ്, ഡാർക്ക് കളറിലാണ്, അതായത് ഇരുണ്ട കേട്ടോ. ഇവ പൊതുവെ ഡാർക്ക്, അതെ. ഇവ പൊതുവെ സ്വതന്ത്രമായിട്ടല്ല. ഓക്കെ, നമുക്ക് തൽക്കാലം നിർത്താം. നിങ്ങൾ ആ ഒരു കെമിസ്ട്രിയിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു സാർ. ഗൂഗിൾ മീറ്റിംഗ് ഓക്കെ 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 മക്കളെ.